ഹായ് ഫ്രണ്ട്സ്, ഇനി കൊക്കോയുടെ ചോട് തെളിക്കലാട്ടോ. നല്ലൊരു തോർച്ചയുണ്ട്. നമ്മുടെ മഴയൊന്നും എത്തിയിട്ടില്ലല്ലോ. മഴ എത്തുമ്പോഴത്തേക്കും ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചാലുണ്ടല്ലോ, വളം കൊണ്ടുപോയിട്ട് അങ്ങനെ ഇട്ടാൽ മതിയല്ലേ. അപ്പോൾ നല്ല കൊതുകുണ്ട് കേട്ടോ. നമ്മുടെ വെയിലൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്, നല്ല കൊതുക. കണ്ടോ കാപ്പിത്തൈ നിൽക്കണ നോക്കി. ഇതൊക്കെ വളം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കയറി വരും. കണ്ടോ ഇപ്പൊ പൂവുണ്ടായി നിൽക്കണ കണ്ടോ. പ്ലാവിൻ്റെയൊക്കെ ചവറ് ചാടി ചീഞ്ഞ് കിടക്കണതാ. ചപ്പ ഇവിടെ കൂട്ടി വെച്ചിട്ടേ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ആ ചപ്പ എല്ലാം ചീഞ്ഞോളാം. കാപ്പിയുടെ നേരം കിട്ടത് നിരക്കട്ടെ. കാപ്പിയുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എടുത്ത ചപ്പെല്ലാം മണ്ണിൻ്റെ അടിയിൽ ഇനി അത് പെട്ടെന്ന് വളമായി കേട്ടോ. അപ്പോൾ ഈ കപ്പയുടെ ചോട് അടുത്തടുത്തേക്ക് ഇപ്പോൾ നമ്മുടെ ജാതിയിലൊക്കെ തീരെ കുറവായിരുന്നു കേട്ടോ. ഒന്നുമില്ലാത്ത ജാതിയുണ്ട്. എന്നെ സംഭവിച്ചതെന്നറിയില്ല. ഉള്ളതാണെങ്കിൽ തന്നെ വാവൽ കൊണ്ടുപോകും. അതുകൊണ്ടൊന്നും കിട്ടി തുടങ്ങിയില്ല. ഇതൊക്കെ മൂത്ത് പൊട്ടണമുള്ളൂ കേട്ടോ. പൊട്ടി തുടങ്ങണമുള്ളൂ. ഓരോന്നൊക്കെ പൊട്ടിച്ചാടി തുടങ്ങി. പഴുത്തു തുടങ്ങിയാലേ പറിച്ചെടുത്തില്ലെങ്കിൽ വാവൽ കൊണ്ടുപോകും. വാവൽ അതിൻ്റെ കറുത്ത കായ ഉണ്ടല്ലോ, കാ കൊണ്ടുപോകും. അതിൻ്റെ തൊണ്ട് താഴെ കിടക്കും. തൊണ്ട് നമുക്കെല്ലാം കിട്ടും, കാ കിട്ടില്ല, ഒറ്റണം കിട്ടില്ല. എങ്ങനെ കൊണ്ടുപോകണം വലിയ കായൊക്കെ. അപ്പോൾ ഈ ജാതിച്ചോടും ഏകദേശം ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജാതി തെളിക്കാൻ നോക്കണ്ടേ. കൊക്കോ തെളിക്കുവാണെങ്കിൽ കുറേ എണ്ണ അങ്ങ് കവർ ചെയ്ത് പോയാൽ. ഇത് ഇത്ര ഏരിയ ഉള്ളതുകൊണ്ടേ, ഏരിയ ഉണ്ടായിരുന്നു, ചപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് നമുക്ക് ജാതിക്കൊക്കെ ചാടാറായില്ലോ. അതാണിതൊന്ന് തെളിക്കാൻ നോക്കി. അതുകൊണ്ട് അത്രയും പരിപാടി നടന്നു കേട്ടോ. അത്രയും ക്ലിയറായി. പിഞ്ചാട്ടോ, പക്ഷെ മേളിൽ പൊട്ടി തുടങ്ങിയതുണ്ട്. ഇതൊക്കെ ഇനി 1-2 മാസം പിടിക്കും മൂത്ത് തന്നെ. കണ്ടോ ജാതിക്കൊക്കെ കാണാത്ത നമ്മുടെ വീഡിയോസ് ഒത്തിരി പേര് മറ്റ് കൺട്രീസിൽ നിന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്നാന്നൊക്കെ ചോദിക്കേണ്ട. ഓരോന്ന് കാണുമ്പോഴേ നമ്മുടെ ജാതിക്ക, ചക്കപ്പഴം, മാങ്ങ, പിന്നെ കൊക്കോക്ക, ഇതെന്താ ചെയ്യണേന്നൊക്കെ ചോദിക്കും. നമുക്കിത് കേൾക്കുമ്പോൾ വണ്ടടിക്കും. ഇത് എന്താ ഈ പറയണത്? നമ്മൾ സ്ഥിരം കണ്ടു കിടക്കണതല്ലേ ഏലക്ക, ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഇത് ജാതിക്ക. പല സ്ഥലത്തു നിന്നുള്ളവരാകുമ്പോഴേ അതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നവരിത് കേൾക്കുമ്പോൾ നമുക്കൊരു മീച്ചമില്ലല്ലോ. അതാണ് ഞാനെല്ലാം പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ കേൾക്കണവർക്ക്, ഇത് സ്ഥിരം കേൾക്കണവർക്ക് ഇതൊരു ബോറിംഗ് ആയിരിക്കും. സാരമില്ല, ക്ഷമിച്ചേക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നാളെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.